ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു റെക്കമെൻഡഡ് വീഡിയോ ആണ് ചെയ്യുന്നത്. റെക്കമെൻഡഡ് വീഡിയോ എന്ന് പറഞ്ഞാൽ വലിയ ആൾക്കാർ പറഞ്ഞൊന്നുമല്ല. പ്ലസ് ടുവിനും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന ഷെരിയക്കുട്ടിയും ഐഷുക്കുട്ടിയും നാഗർകോവിലിരുന്ന് എന്നോട് ഒരു ലൈവിൽ കൂടി ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ കൊച്ചു മക്കളുടെ ആഗ്രഹപ്രകാരം ഞാനൊരു വീഡിയോ ചെയ്യുകയാണ് അവരുടെ സന്തോഷത്തിനായിട്ട്. അതോടൊപ്പം തന്നെ ഇത് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു തോരനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള എൻ്റെ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും നിരാശപ്പെടേണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 1/2 കിലോയ്ക്ക് താഴെയാണ് ബീൻസ്. ഒരു സബോള എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സെറാമിക്കിൻ്റെ വക്ക് വെച്ച് ഇങ്ങനെ കത്തിയിലാകിയാൽ നമുക്ക് കത്തിക്ക് നല്ല മൂർച്ച കിട്ടും കേട്ടോ. അപ്പോൾ അതൊരു ടിപ്പാണ്. 1/2 കിലോയ്ക്ക് താഴെയാണെന്ന് ഞാൻ പറഞ്ഞു. ബീൻസ് ഒരു ചെറിയ സബോളയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിനായിട്ട്. അപ്പോൾ ഒരു പാത്രത്തിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് തുടങ്ങാം. അരിയുന്നതൊക്കെ എൻ്റെ മക്കൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അവരെന്നോട് ആവശ്യപ്പെട്ടതല്ലേ, സ്നേഹപൂർവ്വം ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം നമ്മളത് ചെയ്തു കൊടുക്കുന്നു. ആ കൂടെ തന്നെ എൻ്റെ മറ്റ് വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഒക്കെ ഉപകാരപ്പെട്ടെന്നോർത്ത് ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ബീൻസ് തോരനാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണണം കേട്ടോ. അപ്പം ഞാൻ അത് അരിയുന്നുണ്ടോ ഓരോന്നും ഇതൊക്കെ ആദ്യം ഒന്ന് അരിയും. പിന്നെ അത് കഴിയുമ്പോഴത്തേനും ധൃതി കൂടുമ്പോൾ ഞാൻ കുറച്ചേറെ ബീൻസ് കഷ്ണങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഇത് ഉണ്ടാവും. കുറച്ചേറെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെയും ഞാൻ അരിയാറുണ്ട് കേട്ടോ. പല സൈസിലൊക്കെ ഞാൻ അരിയും കേട്ടോ. അതൊക്കെ എൻ്റെ ഒരു ട്രിക്കുകളൊക്കെയാണ്. അപ്പം അതൊക്കെ അറിയത്തില്ലാത്തവരൊന്ന് കണ്ടോളൂ. ഇങ്ങനെയൊക്കെ നമുക്കൊന്ന് ബീൻസ് പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ എൻ്റെ വീഡിയോക്കുള്ളിൽ ട്രിക്കും ടിപ്പും ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്ക് ഇതെല്ലാം മനസ്സിലാകും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം അത് സബോള ചെറുതായിട്ട് അരിയുന്നുണ്ട്. പൊടിയായിട്ട് ആ ബീൻസ് അരിഞ്ഞ പോലെ തന്നെ ചെറിയ കഷ്ണം പൊടിയായിട്ട് ഒരു സവോള അരിഞ്ഞ് ചേർക്കണം. സവോള ഇല്ലാത്തവർ വിഷമിക്കേണ്ട, ചെറിയ ഉള്ളി എടുത്താൽ മതി. ഞാൻ എളുപ്പത്തിന് ചെയ്യുന്ന സവോള ഇട്ടാണ് കേട്ടോ. ഉള്ളിയൊക്കെ അരിഞ്ഞ് വരുമ്പോൾ നേരം പോവില്ല ചെറിയ ഉള്ളി എടുക്കുമ്പോഴത്തേക്കും. അതുകൊണ്ട് സവോളയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സവോള ഒരെണ്ണം പൊടിയായിട്ട് അരിഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുന്നു. ഇത്രയേ ഉള്ളൂ, ചെറിയ കാര്യമേ ഉള്ളൂ. പക്ഷേ ഇതൊരു വ്യത്യസ്തമായ രീതിയിലുള്ള ബീൻസ് തോരനാണ്. ഇങ്ങനെയൊന്നും വെച്ചിട്ടില്ലാത്തവരൊന്ന് വെച്ച് നോക്കും. അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ബീൻസ് തോരനാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഷെരിയക്കുട്ടി ആവശ്യപ്പെട്ടപ്പോൾ അതൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് ഞാൻ കരുതി. അങ്ങനെയാണ് ഞാനിത് ഈ വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. അപ്പം മക്കൾക്ക് സന്തോഷമാവട്ടെ, ബാക്കി എൻ്റെ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും സന്തോഷമായിക്കോട്ടെ എന്ന് കരുതി തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആരും ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. അതിനായിട്ട് നമുക്ക് അരമുറി തേങ്ങ വേണം. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 5 to 10 ചെറിയുള്ളി, പിന്നെ ഒരു കുറച്ച് കാന്താരിമുളക് ഇല്ലാത്തൊരു വിഷമിക്കൊന്നും വേണ്ട. പച്ചമുളക് ചേർത്താലും മതി കേട്ടോ. ഞാനിവിടെ കാന്താരിമുളക് എടുത്തിരിക്കുന്നത്. മിക്കവാറും ഞാൻ കറികൾക്കെല്ലാം കാന്താരിയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. കാന്താരി കൊളസ്ട്രോളിനൊക്കെ നല്ലൊരു സാധനമാണ്. അങ്ങനെ ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഷെരിയക്കുട്ടി കേട്ടല്ലോ. ചെറിയുള്ളി വേണം. എന്താ വേണ്ടത്? കാന്താരിമുളക് അല്ലെങ്കിൽ പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം, പെരിഞ്ജീരകമല്ല, കുഞ്ഞ് ജീരകമില്ലേ, ആ ജീരകമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ജാറിനകത്തിട്ട് ഒന്ന് ഒതുക്കിക്കൊണ്ട് വരുന്നുണ്ട് ഞാൻ. അപ്പം നമ്മുടെ ചെറിയുള്ളി, കാന്താരിമുളക്, മഞ്ഞൾപ്പൊടി, ചെറുജീരകം, തേങ്ങ ഇവയൊക്കെ കല്ലേ വെച്ച് ചതച്ചെടുക്കുന്നവർ കല്ലേ വെച്ച് ചതച്ചെടുക്കുക. അല്ലാതെ ഉള്ളവർ മിക്സിക്കകത്ത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് അങ്ങ് അരിഞ്ഞ് പോകണ്ട, ആ രീതിയിൽ ഒന്ന് എടുക്കുക. അപ്പോൾ എൻ്റെ മക്കളൊക്കെ വരാറായിട്ടുണ്ട്. അവർ മിഡ് ടേൺ ടെസ്റ്റാണ്. അപ്പോൾ ഉച്ചയ്ക്ക് വരുന്നതിന് മുന്നേ പെട്ടെന്ന് എനിക്ക് കറി റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ ഉരുകി വരുന്ന കാഴ്ചയൊക്കെ കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ഇച്ചിരി ഉരുക്കി വെച്ചിട്ടുള്ളതുകൊണ്ട് അങ്ങനെയൊന്നും ആരും ബുദ്ധിമുട്ടേണ്ടി വരത്തില്ല. അപ്പോൾ അതേ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു. പാനൊന്ന് ചൂടായി, വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. അപ്പം കടുവറയുടെ ആദ്യത്തെ ടിപ്പ് എന്താണ്? ഞാൻ എണ്ണ കുറച്ച് ചൂടായി വരുമ്പം ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയുള്ളി ആദ്യം ഇട്ട് കൊടുക്കുന്നത്. കടുക് ആദ്യം തന്നെ ഇട്ട് പൊട്ടിത്തെറിക്കേണ്ട, കയ്യിലൊക്കെ വീഴണ്ടെന്ന് ഓർത്തിട്ടാണ് ചെറിയുള്ളി ഇടുന്നത്. അതെൻ്റെ ഒരു ടിപ്പാകട്ടോ. കടുക് ഇപ്പോൾ ഇടുന്ന പുത്സം കടുവറ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെറിയ എണ്ണ ചൂടായി വരുമ്പോഴാണ് നമ്മൾ ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് കടുക് ഇട്ട് കൊടുക്കുന്നത്. അപ്പം കടുകൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. പുത്സം കടുവറ അങ്ങനെ നമ്മൾ കടുവറ നടന്നുകൊണ്ടിരിക്കുകയാണ്. കടുവറ നടക്കട്ടെ. ഉള്ളിയും കടുകും ഒക്കെ കിടന്നൊന്ന് പൊട്ടിത്തെറിക്കട്ടെ.
അപ്പോഴേക്കും ചിലരൊക്കെ ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ പറയാം. വേവിച്ചിട്ടാണ് കടുക് വറുത്ത് ചേർക്കുന്നത്. ഞാൻ പെട്ടെന്ന് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ കടുക് വറയിൽ എല്ലാം ഉള്ളിയൊക്കെ മൂത്തു കടുകൊക്കെ ഒന്ന് എല്ലാം പൊട്ടിത്തെറിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. നമ്മുടെ എല്ലാ കറിയിലെയും പ്രധാന ഐറ്റമാണ് കറിവേപ്പില. കറിവേപ്പില ഇല്ലാത്തൊരു കറിയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല കേട്ടോ മക്കളെ. അപ്പം മക്കളോടും ബാക്കിയുള്ള സബ്സ്ക്രൈബേഴ്സിനോടും കൂടിയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതേ തോരൻ ഞാൻ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ആ കടുവറയ്ക്കകത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ പച്ചപ്പ് മാറുന്നവരെ ആ തേങ്ങ കൃഷി ചെയ്ത് വെച്ചേക്കുന്ന, അതായത് ചതച്ച് വെച്ചേക്കുന്ന തേങ്ങയൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്നിട്ട് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചപ്പൊന്ന് മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. ചിലരൊക്കെ തേങ്ങയും എല്ലാ ബീൻസും എല്ലാം കൂടി ഒന്നിച്ച് വെച്ച് വേവിച്ചെടുക്കും. ഞാനിങ്ങനെ ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് പിന്നെ നമ്മൾ വേവിച്ചിട്ടാണെങ്കിൽ ചെറുതായിട്ടൊന്ന് കടുക് വറുത്ത് ചേർത്താലും മതി, കുഴപ്പമൊന്നുമില്ല. എല്ലാം കൂടി ഒന്നിച്ച് ചേർത്ത് വെച്ച് വേവിച്ചിട്ട് എന്നിട്ട് നമ്മുടെ ബീൻസും എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ബീൻസ് മുഴുവൻ നമ്മൾ ബീൻസും സവോള ഇല്ലെങ്കിൽ ചെറിയ ഉള്ളിയോ അഥവാ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവോളയോ എങ്ങനെ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ആ ഉള്ളിയും കൂടെ ചേർക്കണം. എന്നിട്ട് നമ്മൾ ഈ ഒതുക്കി വെച്ചിരിക്കുന്ന എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ സംഭവം. വലിയ ഇതൊന്നുമില്ല. പക്ഷെ ഒരു സാധനം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അത് സസ്പെൻസാണേ. അത് അവസാനത്തേക്ക് നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഒന്ന് നമ്മൾ ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ മിക്സി അല്ലേ ചതച്ചെടുത്തേക്കുന്നത് അത് കളയണ്ട, തേങ്ങ ഒന്നും കളയണ്ട. അതിനകത്തോട്ട് 1 ഗ്ലാസ് വെള്ളം ആ മിക്സിയുടെ ജാറിനകത്ത് തന്നെ ഒഴിച്ചെടുക്കുക. എന്നിട്ട് അതങ്ങ് കഴുകി ഇതിനകത്തേക്ക് ചേർക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമുക്കിനി ഇത് ചതയ്ക്കാതെ വേണമെങ്കിൽ മൊത്തം തേങ്ങയോ മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്തിട്ട് അങ്ങനെ വേണമെങ്കിലും പച്ചമുളക് അരിഞ്ഞിട്ട് വേണമെങ്കിലും തോരൻ വെക്കാം കേട്ടോ. ചതയ്ക്കണമെന്നും നിർബന്ധമില്ല. അങ്ങനെ അപ്പോൾ ഇതങ്ങനെ ചെയ്യും. ഞാൻ പല രീതിയിൽ തോരൻ വെക്കും കേട്ടോ. എനിക്ക് എളുപ്പം ഏതൊക്കെ തോന്നുന്നു, എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ തോന്നുന്നു അതുപോലെയൊക്കെ ഞാൻ തോരൻ വെക്കും കേട്ടോ. തോരൻ എന്നല്ല, എല്ലാ കറികളും അങ്ങനെ. പിന്നെ ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കും. പല രീതിയിൽ മീൻ കറി ആയിക്കോട്ടെ, ഏത് കറി ആയിക്കോട്ടെ, വ്യത്യസ്തമായ രീതിയിൽ ഇന്ന് വെക്കുന്നതെല്ലാം നാളെ വെക്കുന്ന രീതി, അങ്ങനെ ഞാൻ മാറ്റി വെക്കും കേട്ടോ. ഒരേ തരത്തിലൊന്നും ഞാൻ കറി വെക്കാറില്ല. എനിക്കെപ്പം എങ്ങനെ തോന്നുന്നോ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. എൻ്റെ മക്കൾക്കും ഹസ്ബൻഡിനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വെക്കുന്ന കറികളൊക്കെ. അപ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രധാന ഐറ്റം. ഞാൻ ഇതിനകത്തൊരു വെറൈറ്റിക്ക് വേണ്ടി ചേർക്കുന്നത്. ഇത് ചെമ്മീനെന്ന് പറയും. കൊഞ്ച്, ഉണക്കക്കൊഞ്ച് കേട്ടോ. പ്രോൺസ്. ഇനി മക്കൾക്കറിയത്തില്ല, പ്രോൺസ് ഉണങ്ങിയത് കേട്ടോ. ഉണങ്ങിയെടുത്തത്. നിങ്ങൾ കറുവാടെന്നൊക്കെ ആയിരിക്കും ചിലപ്പം തമിഴ്നാട്ടിൽ പറയുന്നത്. അപ്പോൾ അതാണ് ഇത് കേട്ടോ, ഉണങ്ങിയത്. അത് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുക ചെയ്യുന്നത്. അത് ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വറുത്ത് തലയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരുന്നതാണ്. അത് ഇതിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് അടച്ച് വെക്കും. അതും കഴിഞ്ഞ് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിന് ഇച്ചിരി കൂടെ ഒന്ന് ടേസ്റ്റ് കിട്ടാനായിട്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് വെന്തു പാകമായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ തുറന്ന് വെച്ച് ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. സിമ്മിലിട്ട് വേണം ഇതെല്ലാം ചെയ്യാനേ. നന്നായിട്ട് വെന്ത് വരണം ഇത്. അപ്പോൾ ആ 1 ഗ്ലാസ് വെള്ളത്തിലാണ്. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ടൊന്നും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഇട്ട് അതൊന്ന് ഇളകി വന്ന് അതിൻ്റെ എല്ലാ വെള്ളവും വറ്റിയെന്ന് തോന്നുമ്പോൾ ചെറുതായിട്ട് ചെറിയ തീയിലിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ പിന്നെ ഒരു ഐറ്റം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഉണക്കക്കൊഞ്ച് ഞാൻ പറഞ്ഞില്ലേ, അത് നന്നായിട്ട് വറുത്തിട്ട് അതിൻ്റെ തലയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഞാൻ അത് മിക്സിക്കകത്തൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് കുറച്ച് മുഴുവത്തോടെയും ചേർക്കും, കുറച്ച് പൊടിയായിട്ട് മിക്സിയിൽ അടിച്ച് എടുക്കുകയാണ് കേട്ടോ. എടുത്ത് പൊടിയാക്കി കൊണ്ടുവന്ന് നമ്മൾ വീണ്ടും ഈ തോരൻ്റെ അവസാന ഭാഗത്ത് ചേർക്കുന്ന ആ പൊടി, ഉണക്ക ചെമ്മീൻ്റെ പൊടിയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്ന മക്കളും എൻ്റെ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും എല്ലാവരോടും കൂടിയാണ് കേട്ടോ പറയുന്നത്. അവർ റെക്കമെൻഡ് ചെയ്ത വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ അവരെ മക്കളെ എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിയക്കുട്ടി, ഐഷക്കുട്ടി നാഗർകോവിലിരുന്ന് ഇത് കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് കേൾക്കും, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. പക്ഷേ എൻ്റെ കമൻറ്റ് ചെയ്യണം കേട്ടോ മക്കളെ. കമൻറ്റ് ചെയ്തില്ല ലൈവ് വരുമ്പോൾ ഉണ്ട് നിങ്ങൾക്കിട്ട്. അതുകൊണ്ട് കമൻറ്റ് ചെയ്തോണം. അവരെൻ്റെ വീഡിയോകളൊക്കെ കാണും, കമൻറ്റ് ചെയ്യാറില്ലെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കമൻറ്റ് ചെയ്താലല്ലേ നിങ്ങളൊക്കെ വന്നു എന്ന് എനിക്കല്ല, എൻ്റെ വീഡിയോ കണ്ടു എന്ന് എനിക്ക് തോന്നുള്ളൂ. അപ്പം കമൻറ്റ് ചെയ്യാത്തവരോടും കൂടി ഒന്ന് പറയുകയാണ്.
വീഡിയോ കണ്ടാൽ മാത്രം പോരാ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ. നമ്മുടെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വിമർശനങ്ങളാണെങ്കിൽ അതങ്ങനെ എങ്ങനെ വേണമെങ്കിലും എന്നെ അറിയിക്കാം, എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പം നമ്മുടെ ആ ചെമ്മീൻ്റെ പൊടിയും എല്ലാം കൂടെ ചേർന്ന ഒരു ബീൻസ് തോരൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ഉണ്ടാക്കാത്തവരൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വ്യത്യസ്തമായ രീതിയിൽ മക്കൾക്കും, ഇനി അതല്ലെങ്കിൽ അമ്മയ്ക്കോ അച്ഛനോ അമ്മയ്യമ്മയ്ക്കോ നാത്തൂനോ അല്ലെങ്കിൽ കൊച്ചുമക്കൾക്കോ ഒക്കെ ഒന്ന് വെച്ച് കൊടുത്ത് നോക്കൂ. ഇനി ഇങ്ങനെ വെക്കാൻ ഇഷ്ടമില്ലാത്തവർ ആ ചെമ്മീൻ അങ്ങ് ഒഴിവാക്കുക. എന്നിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത് തോരനങ്ങ് വെച്ച് കൂട്ടിക്കോളൂ. അടിപൊളി ഒരു തോരൻ ഉണ്ടാക്കി ഞാൻ തന്നിട്ടുണ്ട്. എല്ലാ തോരനും ഉപ്പേരി എന്നൊക്കെ പല നാട്ടിൽ പറയുമായിരിക്കും, പക്ഷേ ഞങ്ങളിവിടെ തോരൻ എന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ ആ കുട്ടികളും എന്നോട് പറഞ്ഞത് ബീൻസ് തോരൻ ഉണ്ടാക്കി കാണിക്കണമെന്നാണ്. അപ്പം അവർക്ക് വ്യത്യസ്തമായ രീതിയിൽ ഒരു ബീൻസ് തോരൻ അവർക്കും എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയോ ലൈക്ക് ചെയ്യാതെയോ ഷെയർ ചെയ്യാതെയോ ഇരിക്കുന്നുണ്ടെങ്കിൽ ദയവായി എല്ലാം ഒന്ന് ചെയ്യണേ കേട്ടോ. അടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുതേ. അപ്പം നാഗർകോവിലുള്ള ശരികക്കുട്ടിക്കും ഐഷക്കുട്ടിക്കും വേണ്ടിയിട്ട് നല്ലൊരു ബീൻസ് തോരൻ തയ്യാറാക്കിയിട്ടുണ്ട്. മക്കളെ വേഗം കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ റിലേറ്റീവ്സിനോടും ഫ്രണ്ട്സിനോടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണേ. അപ്പം വീണ്ടും ഒരു ലൈവിൽ കൂടിയോ വീഡിയോയിൽ കൂടിയോ കാണാം. കാണും വരെ ടാറ്റാ, ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.